ഓക്കെ. സോ ഗുഡ് ഈവനിങ്. മെയ് മാരത്തോണിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ക്ലാസ് ആണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോ ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് പോവാം. ക്രാഷ് കോഴ്സ് ആയതുകൊണ്ടും നമുക്കധികം സമയമില്ലാത്തത് കൊണ്ടും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഭയങ്കര വാസ്റ്റ് ആയ ഒരു സബ്ജക്ട് തന്നെയാണ്. ഭയങ്കര വാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ വർക്ക് റിസർച്ച് ആണ് പഠിച്ചത്. സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഒരു സെമസ്റ്ററിൽ പഠിച്ചതാണ് നമ്മളിനി ഒറ്റ ഒരു 5 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ പേര് മാളവിക. ഞാൻ UGC നെറ്റ് JRF ക്വാളിഫൈഡ് ആണ്. ജൂൺ 2003 സോഷ്യൽ വർക്കിലായിരുന്നു. ഞാൻ എന്റെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ ക്വാളിഫൈ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ കറന്റ്ലി PhD സ്കോളർ ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ. ഓഡിയോ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് അയക്കോ, ചാറ്റിലിടോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടോ, എന്താന്ന് വെച്ചാൽ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും ഒരു തംസ് അപ്പ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ നമുക്ക് ക്ലാസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ചാറ്റിലോ എന്തിലാന്ന് വെച്ചാൽ എല്ലാവരും എന്തെങ്കിലും. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇപ്പൊ നെറ്റിന്റെ സിലബസ് എടുത്ത് നോക്കിയ പേപ്പർ 1ന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതിലെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് ആണ്. അപ്പോൾ റിസർച്ച് മീനിങ്, റിസർച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, റിസർച്ച് ടൈപ്സ്, പോസിറ്റിവിസ്റ്റ്, പോസ്റ്റ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് ടു റിസർച്ച്, ഇങ്ങനത്തെ കുറച്ച് പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഏറ്റവും ഈസിയസ്റ്റ് വേയില് നമ്മുടെ ലാസ്റ്റ് മന്ത് ആണ്. അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് മന്ത് നിങ്ങൾ ശരിക്കും PYQs ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ആ PYQs ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബേസ് അതിപ്പോ ഈ ക്ലാസ്സസിലൂടെ തരാൻ ആണ് എന്റെ പ്ലാൻ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇതിന്റെ ബേസിസ് നോക്കാം. അപ്പൊ ഞാൻ അതിന്റെ ഓരോരോ ടിപ്സ് പറയും. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ PYQs എല്ലാം ചെയ്യാൻ. അപ്പൊ PYQs അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിന് മുന്നേ എന്തൊക്കെ കവർ ചെയ്യുന്നത്? സോ ഞാൻ പറഞ്ഞ പോലെ മീനിങ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ. സോ റിസർച്ച് മീനിങ് വെരി സിംപ്ലി പുട്ട്, റിസർച്ച് എന്ന് വെച്ചാൽ രണ്ട് വാക്കുകളാണ്. എന്ന് വെച്ചാൽ പിന്നെയും ചെയ്യുക, അല്ലെങ്കിൽ അന്യൂ, അല്ലെങ്കിൽ ഓവർ അഗൈൻ എന്നുള്ള കാര്യം. സെർച്ച് എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് ഒന്ന് നോക്കുക, പിന്നെയും തറലി ഒന്ന് അത് എക്സാമിൻ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പൊ ഈ ക്ലാസിന്റെ ഒരു ഇതിനു വേണ്ടി റിസർച്ച് അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ നോക്കാൻ പോകുന്ന എന്ത് കീവേഡ്സ് ആണ് റിസർച്ചിന്റെ മീനിങ്ങോ അല്ലെങ്കിൽ റിസർച്ച് ഡിഫൈൻ ചെയ്യാനോ യൂസ് ചെയ്യണമെന്നാണ്. അപ്പൊ റിസർച്ചിന് നമുക്ക് ഒരു കെയർഫുൾ, പേഷ്യന്റ്, സിസ്റ്റമാറ്റിക്, ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി. ഇപ്പൊ ഈ ഓരോ വാക്കുകൾക്കും മീനിങ് ഉണ്ട്. ഇപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ബയസ് ഇല്ലാതെ, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോരോ സ്റ്റെപ്സ് ഫോളോ ചെയ്ത്. അപ്പൊ ആ വാക്കുകളിലൊക്കെ ഡെഫിനിഷൻസും അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടെ എക്സ്പാൻഷൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നോക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ഏറ്റവും ഈസിനാണ് ഈ അണ്ടർലൈൻഡ് വാക്കുകൾ ഉള്ളത്. അപ്പൊ ഒബ്ജക്റ്റീവ്, സിസ്റ്റമാറ്റിക്, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് നോളജിലേക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന സ്റ്റഡി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഫാക്ട് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ഉണ്ടാവും ചില ഇൻഫർമേഷൻ. അത് വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ റിസർച്ചാ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ പിന്നെയും ചെയ്യണമെങ്കിൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് വേണം ഇത് പഠിക്കാൻ. അതുപോലെ തന്നെയാണ് പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ, തിയറീസ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ കണ്ടുപിടിക്കാനും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഇൻഫർമേഷൻ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ നോളജ് ഒക്കെ പിന്നെയും അമെൻഡ് ചെയ്യാൻ, റിവൈസ് ചെയ്യാൻ ഈ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇതിൽ ഞാനിപ്പോ റിവൈസിങ് ഉള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ അല്ലെങ്കിൽ നെറ്റിന്റെ എക്സാമിന്റെ സമയത്ത് വരുന്ന അമെൻഡ് എന്നുള്ള വാക്കായിരിക്കും. അപ്പൊ നെറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെമ്മറിയുടെ കാര്യമല്ല, നമ്മൾ എങ്ങനെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളേജ് വെച്ച് എങ്ങനെ നമ്മളത് ചെയ്യുന്നു. ആ 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ കളയാനുള്ള വിവരം മാത്രം നിങ്ങൾക്ക് മതി.
ബാക്കി രണ്ടും പ്യുവർ നിങ്ങൾ എങ്ങനെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നു, എങ്ങനെ കുഞ്ഞി കുഞ്ഞി ടിപ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലും എനിക്ക് തരാനുള്ള ടിപ്പ് ഈ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, നോളജ് ജനറേഷൻ, ലോജിക്കൽ, എംപെരിക്കൽ, പ്രോബ്ലം സോൾവിങ്, വെരിഫയബിൾ, അൺബയസ്ഡ്, ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനത്തെ വാക്കുകൾ. ഇതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് മീനിങ് ഫുള്ളായി പഠിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് വെക്കാം. പക്ഷെ നിങ്ങൾ സബ്ജക്റ്റീവ് ആയ ഒരു എക്സാം അല്ല എഴുതുന്നത്, MCQs ആണ്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ മതി. റിസർച്ചിന് എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ബേസിക് കോമൺ സെൻസ് ഉപയോഗിക്കണം. പക്ഷെ എന്നാൽ ഈ വാക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതാണ് ആൻസർ എന്ന്. അതുപോലെ തന്നെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ റിസർച്ചിന്റെ ഡെഫിനിഷൻ ജോൺ W. ബെസ്റ്റും ക്ലിഫേർഡ് വുഡിയും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ട്. നെറ്റിന്റെ പർപ്പസിൽ ഇതേ ഡെഫിനിഷൻസിലുള്ള വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് ജനറലൈസേഷൻ തിയറീസ്, ഈ വക വാക്കുകൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് ഡെഫിനിഷൻ എടുത്ത് നോക്കിയാലും ഇപ്പോ ഈ ഇടയ്ക്കായിട്ട് ഒരു ലാസ്റ്റ് കുറച്ച് വർഷത്തില് ഞാൻ എന്തായാലും ഡെഫിനിഷൻ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ടോ ഹൂ സെഡ് ദിസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടില്ല. പക്ഷെ അത് പോരാണ്ട് മീനിങ് ആയിട്ട് റിസർച്ചിന്റെ മീനിങ് തരുന്ന എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പോ ഈ രണ്ടാമത്തെ ക്ലിഫേർഡ് വുഡിന്റെ ഡെഫിനേഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഫുൾ റിസർച്ച് പ്രോസസ്സ് തന്നെ എഴുതിയിട്ടുണ്ട്. റിസർച്ച് പ്രോസസ്സും നമ്മുടെ ഒരു ടോപ്പിക്കാണ്. മൂന്നാമത്തെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അത്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. പക്ഷെ ഇങ്ങനെയും വരാം. ഇപ്പോ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതും റിസർച്ചിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനത്തെ അണ്ടർലൈൻ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കീവേഡ്സ് ആണ് നമ്മളെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു PYQ നോക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ ഒരു ഇതാണ്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് റിസർച്ച് ഇസ് കറക്റ്റ്. അപ്പോ റിസർച്ച് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ്. It is a systematic, logical, and unbiased process. It is the intellectual inquiry or quest towards truth. It leads to the enhancement of knowledge. അപ്പൊ നമ്മുടെ ജോബ് എന്താന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റ്മെന്റും നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. നമ്മളിപ്പോ കണ്ടോളൂ, സിസ്റ്റമാറ്റിക് എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു വാക്കാണ്. അടുത്തതിലും സിസ്റ്റമാറ്റിക്, ലോജിക്കൽ ആൻഡ് അൺബയസ്ഡ് പ്രോസസ്. നിങ്ങൾ ആകെ നെറ്റിന് ശ്രദ്ധിക്കുന്ന അവര് ട്രിക്കി ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ വാക്ക് അൺബയസ്ഡിന് പകരം ബയസ്ഡ് എന്നുള്ളൂ. നമ്മള് അത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കാൻ ഫസ്റ്റ് രണ്ട് വാക്ക് കറക്റ്റ് ആണെന്ന് വെച്ചാൽ തേർഡ് വാക്ക് അപ്പൊ ഫുൾ സെന്റൻസ് എന്തായാലും വായിച്ചു നോക്കണം. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ആ കീവേഡ്സിലൂടെ കുറച്ചും കൂടി സ്പീഡ് ആക്കാം നമ്മുടെ ആ പ്രോസസ്. മൂന്നാമത്തത് ഇന്റലക്ച്വൽ ഇൻക്വയറി ഓർ ക്വസ്റ്റ് ടുവേർഡ്സ് ട്രൂത്ത്. അതായത് നോളജ് സീക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സത്യം കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ അതും കറക്റ്റ് ആണ്. ലീഡ്സ് ടു ദി എൻഹാൻസ്മെന്റ് ഓഫ് നോളജ് ബിൽഡിംഗ് ആണ്. അപ്പൊ അതും കറക്റ്റ്. അപ്പൊ 4 ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ വന്നേനാ കണ്ടില്ലേ, ആ വാക്കുകളൊക്കെ കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദീസ്, D ആണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് നിങ്ങളും ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിന്റെ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് പെട്ടെന്ന്, യൂഷ്വലി നെറ്റ് അലേർട്ട് ചെയ്യുന്നത് ഒരു 60 സെക്കൻഡ്സ് 72 സെക്കൻഡ്സ് ആണ്. പക്ഷെ നമുക്കതൊരു 60 സെക്കൻഡ്സ് ഒക്കെ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈവൻ ലെസ്. നിങ്ങൾക്ക് കുറെ ചിന്തിക്കാനുള്ള ഭാഗങ്ങൾ വരും. ചിലപ്പോ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും മാത്തമാറ്റിക്കൽ റീസണിലും കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പൊ നമുക്ക് ഈ റിസർച്ചിലൂടെ ഗ്യാരണ്ടി 10-15 മാർക്കിന്റെ സാധനമാണ്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനത്തെ ടിപ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. ഇത് ടോപ്പിക്കിൽ സ്പെസിഫിക്കലി ആയിട്ടില്ല, പക്ഷെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഞാൻ കാണിക്കാൻ കാരണം ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ലീഡ് ചെയ്യുന്നത് സ്പെസിഫിക് റിസർച്ച് ടൈപ്പിലേക്കാണ്. ഇപ്പൊ നമ്മൾ റിസർച്ച് പഠിച്ചാലും ഇപ്പൊ ഒരു ഡെസർട്ടേഷൻ ചെയ്താലും നമുക്കറിയാം ഒബ്ജക്റ്റീവ് എങ്ങനെയാണോ, നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ എന്ത് ടൈപ്പ് റിസർച്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ എന്ത് വഴിയിലൂടെ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് മെത്തേഡ് ഉപയോഗിക്കണം, എന്ത് ടൂൾ ഉപയോഗിക്കണം, എല്ലാം വരുന്നത് ഒബ്ജക്റ്റീവ് തീരുമാനിക്കപ്പോഴാണ്. അപ്പൊ റിസർച്ചിന്റെ ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് എക്സിസ്റ്റിംഗ് നോളജ് റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ന്യൂ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, നോളജ് പുതിയത് ജനറേറ്റ് ചെയ്യുക, ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കുക, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഇത് നെറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒബ്ജക്റ്റീവ് ചിലപ്പോൾ
ചിലപ്പോ ഇതിന്ന് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ ഒബ്ജക്റ്റീവ് എന്തിലേക്കാ ലീഡ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒബ്ജക്റ്റീവ് ഒരു സ്പെസിഫിക് റിസർച്ച് ടൈപ്പിലേക്കാ ലീഡ് ചെയ്യുന്നേ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അടുത്തത് റിസർച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിലും റിസർച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ വാക്ക് മാത്രം ഓർത്തിരുന്നാൽ പോരാ, വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പക്ഷെ റിസർച്ച് മീനിങ്ങിലും കവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓരോത്തിനെ ഡെഫിനിഷൻ എന്നല്ല, അർത്ഥം, ബേസിക് ഒരു അർത്ഥം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാര്യം ഇത് മറച്ചും തിരിച്ചും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോ ഏറ്റവും ഈസി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ സൂപ്പർസ്റ്റിഷൻ, ഇമോഷണൽ, ബയസ്ഡ്, അങ്ങനത്തെ ഒക്കെ വാക്കുകൾ കാണാം. അതൊക്കെ ഇങ്ങനത്തെ വാക്കുകളുടെ കൂടെ അത് ഇട്ടിട്ട് ഏതാണ് ഇതിൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്, അതിനു വേണ്ടി ഇൻ ജനറൽ ഈ വാക്കുകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യൂഷ്വലി അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കാണാറ്. അതാണ് ഏറ്റവും എളുപ്പം ടൈപ്പ്. ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ചൊക്കെ ലാസ്റ്റ് 10 ഇയേഴ്സിലുള്ള പേപ്പേഴ്സിൽ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്കിന്റെ എക്സ്പ്ലനേഷൻ എടുത്ത് അത് ആപ്ലിക്കേഷൻ ലെവൽ ആക്കുന്നുണ്ട്. അപ്പൊ ഇത് റിസർച്ചിന്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് ചോദിച്ചിട്ടല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് റിസർച്ചിന്റെ എന്ത് ഭാഗമാണിത് എന്നൊക്കെ ചോദിച്ച്. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാത്തിനും 1 ലൈൻ ഡെഫിനിഷൻസ് ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള രീതിയിലാണ്. അപ്പൊ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് സ്റ്റെപ്സ് ആണ്. ഇതിൽ ഞാൻ കുറെ വാക്കുകൾ കൊടുത്തിട്ടുള്ളത് കാരണം ഇതിന്റെ ഓരോരോ വാക്കുകൾ വരാം. ഡിഫൈൻഡ് സ്റ്റെപ്സ് എന്ന് മാത്രം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് റിസർച്ച്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആണ്. പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് ചോദിക്കുന്ന വാക്ക് ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് എന്നാവാം, അല്ലെങ്കിൽ മെത്തഡോളജീസ് എന്നാവാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വാക്കുകൾ ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ജോബ് അത് അണ്ടർസ്റ്റാൻഡും ചെയ്യുക, പാരൽ വാക്കുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രക്ചർ സ്റ്റേജസ് ആണ്. അപ്പോൾ പ്രോബ്ലം, ഹൈപ്പോത്തിസിസ്, പിന്നെ ഡാറ്റ കളക്ഷൻ വരും, അനാലിസിസ് വരും, കൺക്ലൂഷൻ, എല്ലാം സ്റ്റെപ്പുകളായിട്ടാണ്. അതുകൊണ്ടാണ് റിസർച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്, റിസർച്ചിൽ സിസ്റ്റമാറ്റിക് എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അടുത്തത് എംപെരിക്കൽ, അതായത് എപ്പോഴും എവിഡൻസിനെ റിലൈ ചെയ്തിട്ടാണ്. അതായത് ഒബ്സർവേഷനിലൂടെയോ എക്സ്പെരിമെന്റേഷനിലൂടെയോ ഡാറ്റ കളക്ഷനിലൂടെയോ. നമ്മളിപ്പോ കുറെ ഫീൽഡ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ സോഷ്യൽ വർക്കിലാകുമ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി ഡാറ്റ കളക്ഷൻ ആണ് നടത്തുന്നത്. സയൻസ് ഫീൽഡിലുള്ളവരൊക്കെ എക്സ്പെരിമെന്റേഷൻ ആയിരിക്കും നടത്തുക, എന്ത് എവിഡൻസ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് റിസർച്ചർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ എംപെരിക്കൽ എന്നുള്ള വാക്കും നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. അടുത്തത് റെപ്ലിക്കബിൾ, നമ്മൾ ചെയ്യുന്ന റിസർച്ച് അതിന്റെ അതേ കണ്ടീഷനിൽ ചെയ്താൽ അത് ഒന്നും കൂടെ ചെയ്യാൻ പറ്റണം. അതായത് അതൊന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, എന്നാലേ അത് വാലിഡ് ആവുള്ളൂ, എന്നാലേ അത് അക്സെപ്റ്റഡ് ആവുള്ളൂ. നമ്മളിപ്പോ അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് മെത്തഡോളജി ഒക്കെ കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ അതേ പ്രൊസീജിയർ, അതേ സിറ്റുവേഷൻ, അതേ കണ്ടീഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഡാറ്റ, ഇതേ റിസൾട്ട്സും കിട്ടും. അപ്പൊ റെപ്ലിക്കബിൾ ആണ് റിസർച്ച്, ആയിരിക്കണം റിസർച്ച്. പിന്നെ പ്രോബ്ലം ഓറിയന്റഡ്, റിസർച്ച് എപ്പോഴും തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രോബ്ലം ഓറിയന്റഡ് എന്ന് പറയുന്നത്. ഒരു നീഡ് ടു സോൾവ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജിലുള്ള ഗ്യാപ്പുകളോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ് ആയിരിക്കുകയാണെങ്കിലൊക്കെ ആണ് റിസർച്ച് സ്റ്റാർട്ട് ആകുന്നത് തന്നെ. സ്റ്റാർട്ട് ആകുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ്. ഞങ്ങളിപ്പോ PhD-യിലും പറയും, നമ്മൾ വായിക്കും തോറും, നമ്മൾ ഒരു പ്രോബ്ലം വെച്ച് വായിക്കും തോറും കുറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ വായിക്കുമ്പോഴും, നമ്മൾ 5th ഇയർ ആയി കഴിയുമ്പോഴും, നമ്മൾ 3rd ഇയർ തീർക്കാറാകുമ്പോഴും നമുക്ക് നമ്മുടെ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയില്ലായിരിക്കും. കാരണം അൺആൻസേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റിസർച്ച് പ്രോബ്ലം ഓറിയന്റഡ് ആവുന്നത്. അങ്ങനെയാണ് റിസർച്ച് ഡെവലപ്പ് ആവുന്നത്. പിന്നെ ക്രിട്ടിക്കൽ, ഭയങ്കര പ്രിസൈസ് ആയിട്ട്, ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഓരോരോ സബ്ജക്റ്റും ഭയങ്കര പ്രിസൈസ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ലോജിക്കലാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള, ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ്, ഇപ്പൊ ചിലപ്പോൾ ചില മെത്തഡ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സസ് ഒക്കെ ചെയ്യും. അതായത് ഇപ്പൊ എൻ്റെ ഒരു സർവേ ചെയ്യണം, ആ സർവേ പക്ഷെ വേറെ ആരും ലോകത്ത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയ സർവേയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും, അത് പ്രൂവ് ചെയ്യാൻ ഇത് ശരിക്കുള്ള സർവേ ആണ്, വാലിഡ് ആണ്. അപ്പോ അതൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളും നമ്മൾ അതിന്റെ കൂടെ ചേർക്കും, അല്ലെങ്കിൽ അത് മുന്നേ പബ്ലിഷ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? കാരണം വാലിഡ് ആയിട്ടുള്ള, അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്താലേ
നമ്മുടെ റിസർച്ചും വാലിഡ് ആയിരിക്കും. പിന്നെ റിലയബിലിറ്റി, കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം എന്റെ റിസർച്ച് ചെയ്തു, രണ്ടാമത്തെ ടൈം അതേ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് വേറെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അപ്പൊ എന്റെ റിസർച്ച് കൺസിസ്റ്റന്റ് അല്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ സ്റ്റഡി കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ റിലയബിൾ ആയിരിക്കണം റിസർച്ച്. അപ്പൊ ഈ വാക്കുകൾ ഓർക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ വെക്കുക. ഇത്രയും മനസ്സിലാക്കുക. അതിന്റെ പാരലായിട്ട് എന്ത് വാക്കുകളും വരാം, ചിലപ്പോൾ വേറൊരു രീതിയിൽ ചോദിക്കാം. പക്ഷെ ജസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് വരുമ്പോൾ, ഒബ്ജക്റ്റീവ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാണ്ട്. അതിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തതാണ് ചില പോയിന്റ്സ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആയിരിക്കും, ഇമ്പാർഷ്യൽ ആയിരിക്കുക, ഫോക്കസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അൺബയസ്ഡ് ആണ്. ഈ വാക്ക് ബയസ്ഡ് എന്നോ പാർഷ്യൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിസർച്ചിനെ പറ്റിയേ അല്ല അത്. നിങ്ങൾക്ക് ഈസിലി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണത്. അപ്പോൾ റിസർച്ചിന്റെ മെയിൻ ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ്, അൺബയസ്ഡ്, ഇമ്പാർഷ്യൽ. അപ്പൊ സബ്ജക്റ്റീവ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചില ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സബ്ജക്റ്റീവ് ആണ് റിസർച്ച് എന്ന് പറഞ്ഞ്. സബ്ജക്റ്റീവേ അല്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലായി വയ്ക്കുക. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അപ്പൊ നമുക്ക് ബയസ് വന്നാൽ എന്തൊക്കെ ടൈപ്പ് ബയസ് ആവാം. ഇപ്പൊ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ആവാം, അതായത് റിസർച്ച് ചെയ്യുന്ന ആളുടെ എക്സ്റ്റേണൽ എൻവയറമെന്റ്, അതായത് അവരെ ചുറ്റുമുള്ള ആൾക്കാർ. ഇപ്പൊ ഒരാള് നാട്ടിലാണ് താമസിക്കുന്നതെന്ന് വെക്കുക, അപ്പൊ പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവരെ കൾച്ചറിനെ പറ്റി അറിയില്ല. അപ്പൊ എൻവയറമെന്റ് കാരണം റിസർച്ചറിന് കുറച്ച് ബയസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോ അവർ വളർന്നു വന്ന സാഹചര്യം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ, സോഷ്യൽ കോണ്ടെക്സ്റ്റോ എൻവയറമെന്റോ അവർ താമസിക്കുന്ന സിറ്റുവേഷനുകളോ എന്ത് കാരണവും ബയസ് വരാം. പേഴ്സണൽ ബയസ് എന്ന് പറഞ്ഞാൽ ഓൺ പ്രിഫറൻസസ് ഓർ ബിലീഫ്സ്. ഇപ്പൊ വേറൊരു റിലീജിയസ് കമ്മ്യൂണിറ്റീനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്, പക്ഷെ നമ്മളുടെ കയ്യിൽ ഇൻഗ്രൈൻഡ് ആയിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർന്നു വന്നിട്ടുള്ള ബയസുകൾ കാരണമുള്ള ബിലീഫ്സോ പ്രിഫറൻസസ് ഒക്കെ കാരണമുള്ള ഇന്റർപ്രിട്ടേഷൻ മാറാം. ഒബ്സർവർ ബയസ്, ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പെർസെപ്ഷൻ ആണ്. നമ്മളിപ്പോ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും രണ്ടുപേരും അത് രണ്ട് രീതിയിൽ എടുക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ബയസിൽ വരാം. എക്സ്പെക്ടൻസി ബയസ്, അതായത് ചിലപ്പോ നമ്മുടെ പാർട്ടിസിപ്പൻസ് തന്നെ നമുക്ക് എന്താണോ ഉത്തരം ആവശ്യം അതിനനുസരിച്ച് ഉത്തരം പറയാൻ ചാൻസ് ഉണ്ടെന്നല്ല, സംഭവിക്കാറുണ്ട് അത്. അവർക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അല്ലെങ്കിൽ ഇവരെ ജഡ്ജ് ചെയ്യില്ലേ എന്ന് വെച്ചിട്ട്. പിന്നെ പ്ലസീബോ ബയസ്. പ്ലസീബോ ബയസ് മോസ്റ്റ്ലി സയന്റിഫിക് റിസർച്ച്, ക്ലിനിക്കൽ റിസർച്ചിലൊക്കെ സംഭവിക്കുക. പ്ലസീബോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഗുളിക കൊടുത്തിട്ട്, പക്ഷെ അവർക്ക് അതിന്റെ ഔട്ട്കം, അവര് ചേഞ്ചസ് അല്ലെങ്കിൽ അവർ ബിഹേവിയറിൽ ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വരുന്ന പോലെ അഭിനയിക്കോ അല്ലെങ്കിൽ ശരിക്കും അവർക്ക് വരുമോ, മൈൻഡിന്റെ ഓരോ കാര്യങ്ങളാണത്. അപ്പൊ ഈ 5 ഇത് ആക്ച്വലി ടോപ്പിക്കിൽ അങ്ങനെ കുറെ സ്ഥലത്തൊന്നും എക്സ്പാൻഡ് ചെയ്യാറില്ല, പക്ഷെ ഏതൊരു സമയത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ബയസ് 5 തരമുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. റിഗ്രസ് ആൻഡ് വാലിഡ്, വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഒരു ഹൈ ലെവൽ ഓഫ് റിഗർ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ, ഇപ്പൊ റിഗർ എന്താന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, റിഗറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒരു മെത്തഡോളജി, അതായത് കുറെ ഡാറ്റ കളക്ഷനും അനാലിസിസ് ഇന്റർപ്രിട്ടേഷനും ഒക്കെ നമ്മൾ പ്രോപ്പർ മെത്തേഡ്സിലൂടെ, കുറെ മെത്തേഡ്സ് ഉണ്ട്, അതിലും നമ്മൾ കുറേയും കൂടെ ആലോചിച്ച് കുറേയും കൂടെ അപ്ലൈ ചെയ്ത് അതൊക്കെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ, അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ഉള്ള മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ റിഗറസ് ആയിട്ട് അത് നോക്കും, അതായത് എന്തുകൊണ്ട് നമ്മുടെ എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് അത്. അപ്പൊ റിഗർ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വാലിഡിറ്റി, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ നോക്കാൻ പോകുന്നത് വാലിഡിറ്റി ആണ്. എസ്പെഷ്യലി വാലിഡിറ്റീന്റെ സബ് ടൈപ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മുന്നേ. റിഗറസിനെ പറ്റി അങ്ങനെയൊന്നുമില്ല, വാലിഡിറ്റീനെ പറ്റിയാണ്. റിഗറസ് എന്നൊരു വാക്ക് കണ്ടപ്പോൾ അത് ഇതിന്റെ ഒരു ഭാഗം ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തോന്നുള്ളൂ, ഇത് ഒരുമിച്ച് കമ്പൈൻ ചെയ്തേക്കാണ്. വാലിഡിറ്റി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. 6 ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇന്റേണൽ വാലിഡിറ്റി, അപ്പൊ ഇതിന്റെ ഒക്കെ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ സാധാ ഒരു അർത്ഥം, ബേസിക് അർത്ഥം നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇപ്പൊ ഇന്റേണൽ വാലിഡിറ്റി, ദി എക്സ്റ്റെന്റ് ടു വിച്ച് ഒബ്സർവ് എഫക്ട്സ് ഇൻ എ സ്റ്റഡി ആർ ഡ്യൂ ടു ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോട്ട്. ഓക്കെ, കോസ്റ്റ് എഫക്ട് അക്യുറസി ആണ്. അതായത്
ഒരു സ്റ്റഡി നടത്തുമ്പോൾ വേരിയബിൾസ് രണ്ടെണ്ണമാണ്, ഡിപ്പെൻഡിങ്ങും ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം തന്നെയാണോ ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഇപ്പോ ഒരു കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് സ്ട്രെസ് കാരണം തന്നെയാണോ മാറിയിരിക്കുന്നത്, അതായത് കുറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പൊ നമ്മൾ നോക്കണം സ്ട്രെസ് മാത്രമാണോ, വീട്ടിൽ നിന്ന് ഇപ്പൊ അക്കാഡമിക് പ്രഷർ ഉണ്ടോ, സ്കൂളിൽ ബുള്ളിങ് ഉണ്ടോ, അപ്പൊ അങ്ങനത്തെ വേറെ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാകാം. അപ്പൊ ഇന്റേണൽ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ സ്റ്റഡി കോസ് ആൻഡ് എഫക്ട് ആക്യുറസി, നമ്മളിപ്പോ ഇത് കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയാൻ നോക്കണമെങ്കിൽ അത് തന്നെയാണോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. വേറെ ഫാക്ടേഴ്സ് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ, ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്റേണൽ വാലിഡിറ്റിയിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി എക്സ്റ്റേണൽ വാലിഡിറ്റി, അതായത് ജനറലൈസബിലിറ്റി എന്ന് പറയും. ഈ വാക്ക് നമ്മൾ നേരത്തെയും കണ്ടു. ജനറലൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കുഞ്ഞു പോപ്പുലേഷനിലാണ് നമ്മൾ സ്റ്റഡി ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആണ് എന്റെ സ്റ്റഡി ചെയ്തേക്കുന്നത്. ഇതേ സ്റ്റഡീന്റെ റിസൾട്ടുകളും എനിക്ക് ഇനി എറണാകുളം ഡിസ്ട്രിക്റ്റിലോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലോ ഒക്കെ ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ അതേ ലെവൽ ഓഫ് ഫൈൻഡിങ്സ് കിട്ടും, അല്ലെങ്കിൽ എന്ത് ഡിഗ്രിയിൽ ആ ലെവൽ ഓഫ് ഫൈൻഡിങ്സ് കിട്ടും. അതിനെയാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഗ്രി ടു വിച്ച് സ്റ്റഡി റിസൾട്ട്സ് ക്യാൻ ബി ജനറലൈസ്ഡ്. എത്ര ആലോചിച്ചാൽ മതി. ഈ ഇന്റേണൽ വാലിഡിറ്റിന്റെ അടുത്ത് ഞാൻ ഈ കോസ് എഫക്ട് ആക്യുറസിന്റെ നിങ്ങൾ ശരിക്കും അത്ര ആലോചിച്ചാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽ ഡെഫിനേഷൻ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നും അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒറ്റ വാക്ക് മതി അത് ആലോചിക്കാൻ, അതിന് വേണ്ടിയാണ്. അപ്പൊ അടുത്തത് എക്സ്റ്റേണൽ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പൊ ജനറലൈസബിലിറ്റി ആണ്. പിന്നെ ഫേസ് വാലിഡിറ്റി, അതായത് ഒരു ടെസ്റ്റ്, നമ്മളൊരു ടെസ്റ്റ് ചെയ്യാണല്ലോ, നമ്മുടെ കയ്യിൽ ഒരു സർവേ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇതിപ്പോ മെഷർ ചെയ്യാൻ പോകുന്നത് ഒരാളുടെ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് ആണ് വെക്കാം. അപ്പൊ അത് പറയുന്നത് തന്നെ അത് ചെയ്യുന്നുണ്ടോ, ഫേസ് വാലിഡിറ്റി എന്ന മുഖത്ത് എഴുതി വെച്ചേക്കുന്നത് തന്നെ ആണോ അത് ചെയ്യുന്നേ എന്നുള്ളത്, അതാണ് നോക്കുന്നത്. ഒരു സൂപ്പർഫിഷ്യൽ, അതായത് ഒരു മൊത്തത്തിലൊരു രീതിയിൽ നോക്കാണ്, അതായത് ലോജിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് ബേസിൽ നോക്കാണ് പറയുന്നത് തന്നെയാണോ ഈ ടെസ്റ്റ് ചെയ്യുന്നേ എന്നുള്ളത്. മോസ്റ്റ്ലി വാലിഡിറ്റി ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റുകൾക്ക് വേണ്ടിയാണ്. ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ സർവേകൾക്ക് വേണ്ടിയൊക്കെയാണ് യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ ഓക്കെ, അപ്പൊ ഇപ്പൊ 3 ഇന്റേണൽ എക്സ്റ്റേണൽ ഫേസ് വാലിഡിറ്റി. അടുത്തത് കണ്ടന്റ് വാലിഡിറ്റി ആണ്. അതായത് ഇതേ ടെസ്റ്റ് നമ്മുടെ സർവേ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നുണ്ടോ. ഇപ്പോ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തായാലും അതിന്റെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നുണ്ടോ. അപ്പൊ കവറേജ് ഓഫ് ദ സബ്ജക്ട്. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എസ്റ്റാബ്ലിഷ്ഡ് ഒരു മെഷർ ഉണ്ടോ, അതിന്റെ ബേസിൽ എന്തോരം അത് ഒരു ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു മെഷർ. പ്രഡിക്റ്റീവ് ആക്യുറസി ആണ്, അതായത് എന്തായിരിക്കും അതിന്റെ പോസിബിൾ ഔട്ട്കം എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി. അടുത്തത് കൺസ്ട്രക്ട് വാലിഡിറ്റി. ഒരു തിയറിറ്റിക്കൽ ഒരു തിയറിറ്റിക്കൽ കൺസ്ട്രക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. റിസർച്ച് ആണെങ്കിൽ ബേസിസിൽ ഒരു തിയറി ഉണ്ടാവും. ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ബേസിസ് ഒരു തിയറി ഉണ്ടാവും. അപ്പൊ ആ തിയറി ആയിട്ട് ഈ ടെസ്റ്റ് അലൈൻ ചെയ്യുന്നുണ്ടോ, അത് പറയുന്ന പോലെ തന്നെയാണോ മെഷർ ചെയ്യുന്നതെന്ന് നോക്കുന്നതാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. അപ്പോൾ അലൈൻമെന്റ് വിത്ത് തിയറി. ഈ 6 വാലിഡിറ്റി ഓർത്തിരിക്കുക ഏറ്റവും നല്ലത്. അതിന്റെ കൂടെ അതിന്റെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്ന ആ വാക്കുകളില്ലേ, അത് ഓർക്കല് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് ജനറലൈസബിൾ ആണ്. ജനറലൈസബിളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലാർജർ പോപ്പുലേഷനിലേക്ക് ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുന്നതാണ് ജനറലൈസബിൾ. ഇനി എത്തിക്കൽ ആണോ, ഫോളോസ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്. റിസർച്ചിൽ നമ്മൾ എത്തിക്സിനെ കുറിച്ച് ഇനിയും സംസാരിക്കാനുണ്ട്. 4th സെഷനോ 5th സെഷനിലോ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഹ്യൂമൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട്സ് ഒക്കെ എസ്പെഷ്യലി ഉള്ളപ്പോൾ അവരുടെ പ്രൊട്ടക്ഷനും അതിനൊക്കെ വേണ്ടി കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി, അവരുടെ അതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഇന്റലക്ച്വലി ഓണസ്റ്റ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സോ കിട്ടില്ല. പക്ഷെ അതൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയിരിക്കും ഒരു റിസർച്ച് അല്ലെങ്കിൽ റിസർച്ചർ. ക്യുമുലേറ്റീവ് ആയിരിക്കും. ക്യുമുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ്
നോളജ് ഉണ്ട്. അപ്പൊ നമുക്ക് AI പറ്റി അറിയാവുന്ന ഒരു ലെവൽ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ഇനി അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ ഉള്ള ഇൻഫർമേഷന് മുകളിലേക്കായിരിക്കും അത് ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കുള്ള ഇൻഫർമേഷൻ തെറ്റാവാം, ശരിയാവാം, എന്തും ആകാം. അതിന്റെ മുകളിലേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുള്ളൂ, അല്ലാണ്ട് ഇത് ഫുള്ള് ഇറേസ് ചെയ്തിട്ടല്ല നമ്മൾ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ഒരു ലെവൽ ഓഫ് നോളജിന്റെ മുകളിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര അക്യൂമുലേഷൻ ആണ് നോളജ് ഒരു ഫീൽഡിലോ ഒരു ഡിസിപ്ലിനിലോ. അതുകൊണ്ടാണ് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇറ്ററേറ്റീവ് ആൻഡ് സൈക്ലിക്കൽ, ഇത് കുറെ ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർ ഇറ്ററേറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ അവർ സൈക്ലിക്കൽ എന്ന് പറയും. അതായത് റിസർച്ച് തുടങ്ങി നമ്മൾ തീർത്ത് കഴിഞ്ഞാലും നമ്മൾ എത്തുന്ന കൺക്ലൂഷന്റെ ബേസിസിലായിരിക്കും പുതിയ റിസർച്ച് ക്വസ്റ്റ്യനുകളോ പുതിയ പ്രോബ്ലംസോ. ചിലപ്പോ ഒരു കമ്മ്യൂണിറ്റീന് ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു, അവർക്ക് വെള്ളമില്ല, വെള്ളത്തിന്റെ പ്രശ്നം നമ്മൾ സോൾവ് ആക്കി. അപ്പൊ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്കപ്പോ ഹെൽത്ത്, ഇത്രയും നാളുള്ള വെള്ളത്തിന്റെ പ്രശ്നം കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് നോക്കി വരുമ്പോഴാണ് അപ്പൊ അവിടുത്തെ വിമണിന് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ പിന്നെ അതിനെപ്പറ്റി റിസർച്ച്. അപ്പൊ ഇതൊരു സൈക്കിളാണ്, എപ്പോഴും ഇറ്ററേറ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ സൈക്ലിക്കൽ, ഇറ്ററേറ്റീവ് ഭയങ്കര പാരലൽ വാക്കുകളാണ്. മ്യൂട്ട് ചെയ്യട്ടോ എല്ലാവരും. അപ്പൊ ഇറ്ററേറ്റീവും സൈക്ലിക്കലും നല്ല പാരലൽ വാക്കുകളാണ്. ഇത് ഞാൻ അഗൈൻ കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. മാറി മാറിയാണ് ചോദിക്കാറ്. ഒരുമിച്ച് ഞാൻ ഇറ്ററേറ്റീവ് ആൻഡ് സൈക്ലിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈക്ലിക്കൽ ചിലപ്പോൾ ഉറപ്പായിരിക്കും, ഇറ്ററേറ്റീവ് എന്നുള്ള വാക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. നിങ്ങൾക്കറിയാം റിസർച്ച് എപ്പോഴും പുതിയ ഐഡിയകളാണ്, മെത്തേഡുകളാണ്, പിന്നെ വെരിഫയബിൾ ആണ്. വേറൊരാൾ നമ്മുടെ ഡേറ്റയും നമ്മുടെ ഒരു മെത്തഡോളജി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യാൻ പറ്റണം, ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പോ ഇവൻ നമ്മുടെ റിസർച്ചിന് വേണ്ടി തീസിസിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഈ ഡാറ്റ കളക്ഷന്റെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, അത് വരെ അപ്ലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് കൺഫേം ചെയ്യാം നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണോ. പിന്നെ ആക്യുറസി, ഡെപ്ത് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഓഫ് ഫൈൻഡിങ്സ്, ഇത് വാലിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് നമ്മുടെ പ്രോസസ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ് ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ ബെസ്റ്റ് പോസിബിൾ മാനറിലാണോ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് ഫൈൻഡിങ്സ് ഏറ്റവും ട്രൂത്ത്ഫുള്ളി കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലാണോ, ആക്യുറേറ്റ് ആവാനുള്ള രീതിയിലാണോ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ, ഇപ്പൊ നിങ്ങൾ 2-3 തവണ സ്ലൈഡ് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഐഡന്റിഫൈ ചെയ്യാൻ കുറെ കൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ, ഇപ്പൊ PYQ വരണം നോക്കാം. ഇങ്ങനത്തെ PYQs പ്ലീസ് മ്യൂട്ട് ചെയ്യുക ഹഫീ. സോ 2 ലിസ്റ്റ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഒരെണ്ണം റിസർച്ച് ടൈപ്സ് ആണ്, ഒരെണ്ണം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച്. ഓക്കെ, ആക്ച്വലി ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഈ PYQ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് റിസർച്ച് ആണ് പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്കത് പിന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ടൈപ്സിലേക്ക് കടക്കാം. അപ്പൊ ടൈപ്സ്, ഓക്കെ, 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റിസർച്ച് ടൈപ്സും ഉണ്ട്, റിസർച്ച് മെത്തേഡ്സും ഉണ്ട്. റിസർച്ച് ടൈപ്സ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് റിസർച്ച് ടൈപ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഒരേ നെയിംസ് അല്ലെങ്കിൽ ഒരേ വാക്കുകൾ നമുക്ക് മെത്തേഡ്സിലും കാണാം. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് റിസർച്ച് ഉണ്ട്, അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്സും ഉണ്ട്. അപ്പൊ എന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്. അപ്പൊ ഒരു എയിം, ഒരു പർപ്പസ് ആണ് റിസർച്ച് ടൈപ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, നമ്മുടെ നെക്സ്റ്റ് സെഷനാണ്, നാളത്തെ സെഷനാണ്. ഡിസ്ക്രിപ്റ്റീവ് അപ്പൊ റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ആർ വി ഗോയിങ് ടു ഡു ദ റിസർച്ച്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യണമെങ്കിൽ എന്ത് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി റിസർച്ച് ചെയ്യണമെങ്കിൽ എന്ത് മെത്തേഡ് ഉപയോഗിക്കാം, എത്നോഗ്രഫിക് റിസർച്ച് ചെയ്യണമെങ്കിൽ എന്ത് മെത്തേഡ്സ് ഉപയോഗിക്കാം. അത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ റിസർച്ച് ടൈപ്സ്, റിസർച്ച് മെത്തേഡ്സ് ചെയ്യുന്ന അവിടെ. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന റിസർച്ച് ടൈപ്സ് ആണ്. കൺഫ്യൂഷൻ വരെയായിരിക്കും. ഇത് ഒരുമിച്ച് പഠിച്ചാലും പ്രശ്നമില്ല, സെപ്പറേറ്റ് ആയി പഠിച്ചാലും പ്രശ്നമില്ല. അധികം ടൈം കളയാതെ നോക്കുക നിങ്ങൾ. ഇത് ഒരുമിച്ച് ഒരു കമ്പൈൻഡ് ആയി പഠിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വായിച്ചു പോകാവുന്നതാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വാട്ട് ഈസ്, വൈ എന്നൊക്കെയുള്ള, റാദർ ദാൻ വൈ ഓർ ഹൗ, വാട്ട് ഈസ് എന്നാണ് ഇത് ചോദിക്കുന്നത്. അതായത് നോൺ എക്സ്പെരിമെന്റൽ ആണ്. അപ്പോൾ ഒരു സാധനത്തിനെ സിസ്റ്റമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ,
അതായത് ഒരു ഇവന്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിനോമിന, ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ എന്തിനേയും ഡിസ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു വേരിയബിളിലൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ കഥ പോലെ കഥകൾ ഉണ്ടാവില്ല അതുപോലെ പകർത്തി വെക്കാൻ, അല്ലെങ്കിൽ സീൻ കാണുമ്പോൾ അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് വെക്കില്ലേ, അതാണ് ഡിസ്ക്രിപ്റ്റീവ്. നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഉപയോഗിക്കുക. റിസർച്ചറിന് ഒരു കൺട്രോളും ഇല്ല വേരിയബിളിനെ, എന്താ കാണുന്നത് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടു കളക്ട് ഇൻഫർമേഷൻ വിതൗട്ട് ഡിസ്റ്റർബിങ് ദ എൻവയറമെന്റ്, അതായത് ഒരു രീതിയിലുള്ള മാനിപ്പുലേഷനും ഇല്ല, എൻവയറമെന്റ് ഡിസ്റ്റർബൻസ് ഇല്ല. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ചില റിസർച്ച് ടൈപ്സിൽ മാനിപ്പുലേഷൻ ഉണ്ട്, ചിലതിലില്ല. അതാണ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ചിലത് ഒരേപോലെ ഉണ്ടാവും, പക്ഷെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി ഇൻവോൾവ് ചെയ്യുന്നത് സർവേ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡീസ്. നമുക്ക് ഡീറ്റെയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം, അത് മെത്തേഡ്സിൽ പെടും. അപ്പോൾ അപ്പോ ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് എക്സിസ്റ്റ് ആൻഡ് നോട്ട് വൈ ഇറ്റ് എക്സിസ്റ്റ്. പക്ഷെ ഡിസ്ക്രിപ്റ്റീവും ഇവിടെ ഒരു സൈൻ കാണുന്നില്ല, പക്ഷെ ഡിസ്ക്രിപ്റ്റീവും എക്സ്പ്ലനേറ്ററിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം എന്താണ്. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലനേറ്ററിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് എക്സിസ്റ്റ് എന്നാണ്, എക്സ്പ്ലനേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വൈ ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ള ഒരു കാര്യമാണ്. ആ ഒരു വ്യത്യാസം, ആ ഒരു ചെറിയ വ്യത്യാസമാണ്, പക്ഷെ അതൊരു വ്യത്യാസം തന്നെയാണ്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവിന്റെ അണ്ടറിൽ തന്നെ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചും ഉണ്ട്. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ഇത് കുറെ ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ കാണാനുണ്ട്, എസ്പെഷ്യലി ഐ തിങ്ക് 2024 പേപ്പറിൽ ഉണ്ടായി എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. അപ്പോ അതിലെ കോസൽ കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. ആക്ച്വലി എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അറിയായിരിക്കും, പക്ഷെ കോസൽ കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാണ് ഓപ്ഷൻസിൽ ഞാൻ കണ്ടത്. അതായിരുന്നില്ല ഉത്തരം, പക്ഷെ വൺ ഓഫ് ദി ഓപ്ഷൻസ് വാസ് കോസൽ കമ്പാരിറ്റീവ്. അത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ അതെന്താ എന്നുള്ളത്. ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇവന്റ്സ് എക്സാമിൻ ചെയ്ത് അതിന്റെ പോസിബിൾ കോസസ് കണ്ടുപിടിക്കുക. അത് നാച്ചുറലി ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പോസിബിൾ കോസസ്, അതായത് ഇതിൽ ഒരു തരത്തിലുള്ള വേരിയബിൾ മാനിപ്പുലേഷനും ഇല്ല. അപ്പോ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും ഇല്ല.